ക്രിക്കറ്റിന് ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഈ 5 രഞ്ജിക്കാരനാണ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. പക്ഷേ ലോകം വളർത്തുന്ന ഈ ദൈവത്തിലേക്ക് എത്തുന്ന വഴി പൂമത്തെയായിരുന്നില്ല. ഓരോ പന്തിലും രാജ്യത്തിന്റെ മുഴുവൻ ഭാരവും ചുമലിലേറ്റി പരിക്കുകളോടും വേദനകളോടും വ്യക്തിപരമായ നഷ്ടങ്ങളോടും പോരാടി നേടിയതാണ് ഈ സാമ്രാജ്യം. നിങ്ങളൊരു ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണെങ്കിൽ സച്ചിൻ്റെ ഈ കഥ തീർച്ചയായും നിങ്ങൾക്ക് ഒരു പ്രചോദനമാകും. 1989 പാകിസ്ഥാൻ മണ്ണ്. 16 വയസ്സുകാരനായ സച്ചിൻ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബൗളർമാരെ നേരിടുന്നു. റക്കാർ യൂനിസിന്റെ ഒരു മാരകമായ ബൗൺസർ സച്ചിന്റെ മൂക്കിൽ വന്നിടിച്ചു. ചോരയൊലിച്ചു. സച്ചിൻ നിലത്ത് വീണു. എല്ലാവരും കരുതിയ കുട്ടി തളർന്നു എന്ന്. മെഡിക്കൽ ടീം ഓടിയെത്തി. നീ വിശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ചോര തുടച്ചുകൊണ്ട് ആ 16 വയസ്സുകാരൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. മേം കേലേങ്ക, ഞാൻ കളിക്കും. തൊട്ടടുത്ത പന്തിൽ അയാൾ 4 അടിച്ചു. ഭയത്തിന് മുന്നിൽ കീഴടങ്ങാത്ത ആ മനസ്സിനെയാണ് പിന്നീട് ലോകം ആരാധിച്ചത്. 1999 ലോകകപ്പ് നടക്കുമ്പോഴാണ് സച്ചിനെ തേടി ആ ദുരന്ത വാർത്ത എത്തുന്നത്. തന്റെ എല്ലാമായ അച്ഛൻ വിടവാങ്ങിയിരിക്കുന്നു. ഹൃദയം തകർന്ന സച്ചിൻ നാട്ടിലേക്ക് മടങ്ങി. അച്ഛന്റെ സംസ്കാരം കഴിഞ്ഞ് വെറും 4 ദിവസം അദ്ദേഹം തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയി. കാരണം തന്റെ രാജ്യം തന്നെ കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കെനിയക്കെതിരെയുള്ള ആ മത്സരത്തിൽ സെഞ്ചുറി നേടിയ ശേഷം സച്ചിൻ ആ ബാറ്റ് ആകാശത്തേക്ക് ഉയർത്തി നോക്കി. അന്ന് തുടങ്ങിയതാണ് ഓരോ സെഞ്ചുറിക്ക് ശേഷമുള്ള ആകാശം നോക്കിയുള്ള സമർപ്പണം. ഇത് വ്യക്തിപരമായ വേദനകളേക്കാൾ രാജ്യത്തിന് മുൻഗണന നൽകിയ ഇതിഹാസമാണ് അദ്ദേഹം. ഒരു കാലത്ത് ടെന്നീസ് എൽബോ എന്ന പരിക്ക് സച്ചിന്റെ കരിയർ അവസാനിപ്പിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. ബാറ്റ് ഉയർത്താൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു എന്ന് മാധ്യമങ്ങൾ എഴുതി. പക്ഷേ സച്ചിൻ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. മാസങ്ങളോളം വേദന സഹിച്ചുകൊണ്ട് അദ്ദേഹം പരിശീലിച്ചു. തന്റെ പ്രിയപ്പെട്ട ഷോട്ടുകൾ പോലും ഉപേക്ഷിക്കേണ്ടി വന്നു. 2010 ദക്ഷിണാഫ്രിക്കയെതിരെ ഏകദിന ചരിത്രത്തിലെ ആദ്യ ഇരട്ട സെഞ്ചുറി നേടുമ്പോൾ അദ്ദേഹത്തിന് 37 വയസ്സായിരുന്നു പ്രായവും പരിക്കും വെറും അക്കങ്ങൾ മാത്രമാണെന്ന് അദ്ദേഹം തെളിയിച്ചു. 24 വർഷം ആ ഒരൊറ്റ സ്വപ്നത്തിന് വേണ്ടിയാണ് അദ്ദേഹം പണിയെടുത്തത്. ഒടുവിൽ 2011 സ്വന്തം മണ്ണിൽ ലോകകിരീടം ഉയർത്തിയപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സച്ചിൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ലക്ഷ്യം നേടാൻ സമയമെടുത്തേക്കാം, പക്ഷേ പിന്മാറാതിരുന്നാൽ വിജയം നിങ്ങളുടേതാണ്. സച്ചിൻ്റെ ബാറ്റിംഗ് കണ്ട ആവേശം കൊണ്ടവരാണോ നിങ്ങൾ? എങ്കിൽ ഏത് ഇന്നിംഗ്സാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.